ഹായ് ഗൈസ്, ആർട്ടിടെക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വേറെ ഒന്നല്ല, എൻ്റെ കയ്യിലുള്ളത് ഒരു അറക്കവാളിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു പീസാണ്. നമ്മുടെ മരക്കമ്പനിയിലൊക്കെ വുഡ് കട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അറക്കവാളിൻ്റെ ചെറിയൊരു കഷ്ണമാണ്. അപ്പോൾ ഇത് മൂർച്ച നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു സ്ക്രാപ്പായിട്ട് മാറുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഈ സ്ക്രാപ്പിനെ നമ്മളൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആക്കി മാറ്റാനാണ് ഈ വീഡിയോയിൽ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് വിട്ടാലോ. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള അറക്കവാളിൻ്റെ പീസ്. അപ്പോൾ നമ്മളിതിൽ ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത്, നമുക്ക് ആവശ്യമുള്ള ഷേപ്പ്, കത്തിയുടെ ഷേപ്പ് ഏതാണെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമ്മൾ ആദ്യം ഇതിൽ മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു കത്തിയുടെ ഷേപ്പ് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ മാർക്കിങ്ങിലൂടെ കൃത്യം ഒരു ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ട് നമ്മളിത് ഈ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഗ്രൈൻഡറൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, പരമാവധി ഒരു സേഫ്റ്റി ഗ്ലാസ്സൊക്കെ വെച്ച ശേഷം നമ്മൾ ഈ സംഭവം കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്ത വശം കണ്ണിലേക്ക് പിസർ തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു ഗ്രൈൻഡർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രൈൻഡർ യൂസ് ചെയ്തിട്ട് നമ്മളിനി അടുത്തതായിട്ട് ഇത് കട്ട് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ ബ്ലേഡൊക്കെ പൊട്ടിത്തെറിച്ച് മേത്തൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ കയ്യുമൊക്കെ ചെറുതായിട്ട് തട്ടി, സീനൊന്നും ഉണ്ടായില്ല. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ പരമാവധി ഇതുപോലത്തെ കട്ടിങ് വരുമ്പോൾ നമ്മൾ ചെറിയ വീല് യൂസ് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. ഈ ഗ്രൈൻഡർ വളരെ അപകടം പിടിച്ചൊരു സംഭവമാണ്. ഗാർഡൊന്നുമില്ലെങ്കിൽ പ്രത്യേകിച്ചും. Sometimes it happens. ഇതാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ആ കത്തിയുടെ ഒരു ഷേപ്പ് സെറ്റായിട്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതാണ് ഇതിൻ്റെ വായ്ഭാഗം വരുന്നത്. ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കണം. അതിന് മുൻപ് നമുക്ക് ഇതിനൊരു പിടി ഇട്ട് കൊടുക്കണം. അപ്പോൾ പിടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം ഗ്രൈൻഡ് ചെയ്യാനും പിടിക്കാനും കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ പിടി ഇടാനായിട്ട് ഒരു പൈപ്പിൻ്റെ പീസാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതൊരു 1.5 ഇഞ്ച് സ്ക്വയർ പൈപ്പാണ് GP. അപ്പോൾ ഈ പൈപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിനിപ്പോൾ ഒരു പിടി ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഈ വാള് ഇത് കൂടുതൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതാദ്യം കട്ട് ചെയ്ത് കളയാം. ചെയ്ത് പോകാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്താൽ ഇതിങ്ങനൊരു ഷേപ്പ് നമ്മളാദ്യം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി. ഇനി ഈ 2 സൈഡ് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിങ്ങനെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒരു ക്യാപ്പ് പോലെ വരും. Take it in real life like haiku. I know we got the good vibes when pieces fall right into place. Even if I
പിടിയിൽ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിത് ഇവിടെ ആവശ്യമുള്ള ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. നമ്മൾ മടക്കി കൊടുക്കാൻ അപ്പോൾ നമ്മുടെ കത്തി ഇവിടെ സെറ്റായെന്ന് തന്നെ പറയുക. അപ്പോൾ നമ്മുടെ വെൽഡിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കിത് അടിപൊളിയായിട്ട് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ പിടിയിൽ ചെറിയൊരു ഗ്രിപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡിസൈൻ ഗ്രൈൻഡർ കൊണ്ട് സെറ്റാക്കി കൊടുക്കാം. നല്ലൊരു ഗ്രിപ്പ് ഇപ്പോൾ ഇതിന് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിടിക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ക്രാപ്പിൽ നിന്നാണ് നമ്മൾ ഇതുപോലൊരു അടിപൊളി കത്തി നമ്മുടെ വീട്ടിലേക്ക് ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി കത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലെ ഒരു അടിപൊളി കത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഇത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള മറ്റു വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.